students, welcome to all. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ് 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.2ലെ 4th ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിൽ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദ വാല്യൂ ഓഫ് കോസ് തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോസ് തീറ്റയുടെ വാല്യൂവും ഇൻക്രീസ് ആകുന്നു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് ഇവിടെ തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ആണ്. ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ആ ആംഗിളിന്റെ കോസ്റ്റ് റേഷ്യോയും കൂടുന്നു. അതായത് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ തീറ്റയാണ്. അതായത് 0 ഡിഗ്രി 1 ഡിഗ്രി 2 ഡിഗ്രി ഇങ്ങനെ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ആ ആംഗിളിന്റെ കോസ്റ്റ് റേഷ്യോ ഇൻക്രീസ് ആകുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ അത് ജസ്റ്റിഫൈ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. നമുക്ക് തീറ്റയ്ക്ക് ആംഗിൾ കൊടുക്കാം. തീറ്റ ഇസിക്കൽ ടു ഫസ്റ്റ് എന്ത് കൊടുക്കാം? 0 ഡിഗ്രി കൊടുക്കാം. അത് കഴിഞ്ഞ് എന്ത് കൊടുക്കാം? 30 ഡിഗ്രി കൊടുക്കാം, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 0 ഡിഗ്രി കൂടുതലാണ് 30 ഡിഗ്രി, അതിനെക്കാട്ടി കൂടുതലാണ് 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഇതിന്റെ എല്ലാം കോസ്റ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 0 ഡിഗ്രി അറിയണമെങ്കിൽ 0 ഡിഗ്രിയുടെ ട്രയാങ്കിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 0 ഡിഗ്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? 90 ഡിഗ്രി ഈസ് ടു 0 ഡിഗ്രി. ഇതാണ് 0 ഡിഗ്രി ട്രയാങ്കിളിന്റെ ആംഗിൾ വരുന്നത്. രണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഒരു ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിന്റെ ഫിഗർ വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി, ഇവിടത്തതും 90 ഡിഗ്രി. ഇങ്ങനെ വരച്ചത് 90 ഡിഗ്രി ആണെന്ന് കാണിക്കാനാണ്. അപ്പൊ ഈ 90 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ് ഈസ്റ്റു ഈ 90 ഡിഗ്രിയുടെ റേഷ്യോ 1 ഈസ്റ്റു ഈ 0 ഡിഗ്രിയുടെ റേഷ്യോ 0. ഓക്കെ, അപ്പൊ 1:1:0 ആണ് 90 ഡിഗ്രി ഈസ്റ്റു 90 ഡിഗ്രി ഈസ്റ്റു 0 ഡിഗ്രിയുടെ റേഷ്യോ. അപ്പൊ ഇതിന്റെ ആംഗിൾ 0 ആയതുകൊണ്ട് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 0. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന റേഷ്യോ 0 ആയിരിക്കും. 90 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. ഇതാണ് 90 ഡിഗ്രി. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ റേഷ്യോ 1 ആയിരിക്കും. ഇനി ഈ 90 ഡിഗ്രി 1 ആണ്. അപ്പൊ ഇവിടുത്തെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് റേഷ്യോ 1 ആണ്. അപ്പൊ 1:1:0 എന്ന് പറയുന്ന റേഷ്യോ ആണ്. നമുക്ക് കോസ് 0 നോക്കാം. കോസ് തീറ്റ അല്ലെ, ഈ തീറ്റ എന്താവുകയാണ്? 0 ആയി മാറുകയാണ്. അപ്പൊ കോസ് 0 ഡിഗ്രി ഇസിക്കൽ ടു കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്നാണ് കോസിന്റെ ഡെഫിനിഷൻ. ഏതിന്റെ അഡ്ജസന്റ് സൈഡ്? 0 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഇതാണ് 0 ഡിഗ്രി. ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതും വരാം ഇതും വരാം. ഇപ്പൊ നമ്മൾ ഇതാണ് അഡ്ജസന്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഇത് ഹൈപ്പോട്ടേനസ് ആയിരിക്കും. ഇപ്പൊ ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 1. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് 1. 1/1 ഇസിക്കൽ ടു 1 ആണ്. അപ്പൊ കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് ആംഗിൾ എന്താണ്? ഈ 0 കാട്ടി ഇൻക്രീസ് ആയിട്ടുള്ള ആംഗിൾ അത് എത്രയാണ്? 30 ഡിഗ്രി. നമുക്ക് 30 ഡിഗ്രി കൊടുക്കാം. കോസ് 30 ഡിഗ്രി. അപ്പൊ ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ വരുന്നില്ല. അതിനുവേണ്ടി നമുക്ക് വേറെ റേഷ്യോ എടുക്കേണ്ടി വരും. 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. 30, 60, 90യുടെ ഒരു ട്രയാങ്കിളിലാണ് ഇത് വരുന്നത്, ഈ റേഷ്യോ വരുന്നത്. അപ്പം ഇത് 90 ഡിഗ്രി. ഇവിടെ 30 ഡിഗ്രിയുടെ ആംഗിൾ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. 60 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ √3 ആണ്. 90യുടെ റേഷ്യോ 2 ആണ്. ഓക്കെ, 30യുടെ 1, 60 ഡിഗ്രിയുടെ √3, 90യുടെ 2. ഇതാണ് ട്രയാങ്കിൾ. നമുക്ക് ഇവിടെ 90 ഡിഗ്രി കൊടുക്കാം, ഇവിടെ 60 ഡിഗ്രി കൊടുക്കാം, ഇവിടെ 30 ഡിഗ്രി കൊടുക്കാം. 30യുടേത് 1 ആയതുകൊണ്ട് 30യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിന് 1 കൊടുക്കുക. 60യുടെ റേഷ്യോ √3 ആൻഡ് 60യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിന് √3 കൊടുക്കുക. 90യുടെ 2 ആയതുകൊണ്ട് 90യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിന് 2 കൊടുക്കുക. നമ്മുടെ ആവശ്യം എന്താണ്? കോസ് 30 എത്ര എന്നറിയണം. കോസ് 30 ഡിഗ്രി. കോസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. അപ്പൊ ആരുടെ അഡ്ജസന്റ് നോക്കണം? 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് നോക്കണം. 30 ഡിഗ്രി കിടപ്പുണ്ട്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ആണ്. അപ്പൊ 30 ഡിഗ്രിയുടെ അടുത്തുള്ള സൈഡ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് √3 ആണ്. √3 എടുത്തു, ഡിവൈഡഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഇനി ഹൈപ്പോട്ടേനസ് നോക്കണം.
ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 2 ഈസ് ദ ഹൈപ്പോട്ടനസ്. അപ്പൊ എടുത്തു. √3 വാല്യൂ എന്ന് പറയുന്നത് 1.73 ആണ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഞാൻ √3 വാല്യൂ ഇട്ടു, അതിന്റെ ബൈ 2 കൊടുത്തു. ഇനി നമുക്കത് ഡിവൈഡ് ചെയ്യാം. 1.73 ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2ന്റെ ടേബിൾ 1 വന്നിട്ട് ചെറുതാണ്. 2ന്റെ ടേബിൾ 1ൽ പറയാൻ പറ്റൂല. അപ്പൊ നെക്സ്റ്റ് നമ്പർ എടുക്കണം. പക്ഷെ നെക്സ്റ്റ് നമ്പറിന് മുന്നേ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ 17 ആയി. 17ൽ 2ന്റെ ടേബിൾ എത്രയാണ്? 8 ടൈംസ് 60 കിട്ടും. 2ന്റെ ടേബിൾ 8 ടൈംസ് 1 60 കിട്ടും. ബാലൻസ് 1 പിന്നെ 3. 2ന്റെ ടേബിൾ 6 ടൈംസ് 12 കിട്ടും. 13 12 പോയ ബാലൻസ് 1. ഓൾറെഡി ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. 10ൽ 2ന്റെ ടേബിൾ 5 ടൈംസ് ആണ് 10. അപ്പൊ 0.865 ആണ് ഇതിന്റെ ആൻസർ. അതായത് 1.73 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0.865 ആണ്. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മളോട് ഈ സ്റ്റേറ്റ്മെന്റ് പറയണത് തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഇൻക്രീസ് ചെയ്യും എന്നാണ്. അപ്പൊ തീറ്റ നമ്മൾ 0 ഡിഗ്രി കൊടുത്തപ്പോൾ കോസ് തീറ്റ എത്രയായി മാറി? 1 ആയി മാറി. കോസ് 0 1 ആയി മാറി. ഇനി നമ്മൾ ഇൻക്രീസ് ആവുകയാണ്. 0 ഡിഗ്രിയിൽ നിന്ന് നേരെ 30 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ആവുകയാണ്. അപ്പൊ കോസ് 30 എത്രയായി മാറുകയാണ്? 0.861. അതായത് 1നെ കാട്ടി ചെറുതാണ് 0.865 എന്ന് പറഞ്ഞാൽ. ഇവർ രണ്ടുപേരെ കമ്പയർ ചെയ്ത് ആരാണ് വലുത്? 1 ആണ് വലുത്. അപ്പൊ കോസ് 0 ആണ് വലുത്. ആംഗിൾ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താണ്? റേഷ്യോ ഡിക്രീസ് ആണ് ആവുന്നത് അല്ലെ? ഇൻക്രീസിൽ നിന്ന് ഡിക്രീസിലോട്ടാണ് പോകുന്നത്. 1ൽ നിന്ന് ചെറുതാവുകയാണ് ചെയ്തത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. കാരണം കോസ് തീറ്റ ഇൻക്രീസ് ആവുന്നില്ല. കോസ് തീറ്റ 1ൽ നിന്ന് നേരെ ഡിക്രീസ് ആവുകയാണ്. ആംഗിൾ വന്നിട്ടോ 0ൽ നിന്ന് 30ലോട്ട് ഇൻക്രീസ് ആയി. പക്ഷെ അതിന്റെ റേഷ്യോ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നമുക്ക് അപ്പൊ ഇതിന്റെ ആൻസർ എന്തെന്ന് എഴുതാം? ഫോൾസ് എന്ന് എഴുതാം. സോ നമ്മൾ ഇപ്പൊ 30 വരെ ചെയ്തോളൂ. ഇനി 45, 60, 90 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വെച്ച് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി കഴിഞ്ഞു. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ തന്നെ ഫോൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതിന്റെ ആൻസർ ഫോൾസ് ആണ്. അതെന്താണെന്ന് നമ്മളിവിടെ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ തീറ്റ ഇസിക്കൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ. നിങ്ങൾ തീറ്റയ്ക്ക് എന്ത് വാല്യൂ കൊടുത്താലും അതിന്റെ സൈൻ റേഷ്യോയും കോസ് റേഷ്യോയും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ തീറ്റയ്ക്ക് എന്ത് ആംഗിൾ കൊടുത്താലും ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തീറ്റ ഇസിക്കൽ ടു ഞാൻ 0 ഡിഗ്രി കൊടുക്കുകയാണ്. തീറ്റയ്ക്ക് എന്താണ്? 0 ഡിഗ്രി കൊടുത്ത് സൈൻ 0യും കോസ് 0യും ഈക്വൽ ആവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 0 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് അറിയണം. ആദ്യം സൈൻ തീറ്റ ഇസിക്കൽ ടു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇപ്പൊ എത്രയാണ്? 0 ഡിഗ്രി. അപ്പൊ സൈൻ 0 ഡിഗ്രി. സൈൻ 0 ഡിഗ്രി എത്രയാണെന്ന് അറിയണം. സൈൻ 0 ഡിഗ്രിയുടെ റേഷ്യോസ് അറിയണം. 0 ഡിഗ്രിയുടെ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി ഈസ് ടു 0 ഡിഗ്രി ആണ്. റേഷ്യോ 1:1:0 ആണ് റേഷ്യോ. അതിന്റെ ട്രയാങ്കിൾ ഇങ്ങനെ വരും. രണ്ട് പെർപെൻഡിക്കുലർ ലൈൻ വരും. ഇവിടുത്തെ ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. ബാക്കി രണ്ട് ആംഗിളും 90 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പുറത്തുള്ള ആംഗിളും ഇപ്പുറത്തെ ഈ രണ്ട് ലൈനിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിയുടെ റേഷ്യോ 1 ആയതുകൊണ്ട് ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ 1 ആവും. 90 ഡിഗ്രിയുടെ 1 ആയതുകൊണ്ട് ഈ 90യുടെ ഓപ്പോസിറ്റ് 1 ആവും. 0 ഡിഗ്രിയുടെ 0 ആയതുകൊണ്ട് ഈ 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, സൈൻ്റെ ഡെഫിനിഷൻ എന്താണ് പറയണത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 0 ഡിഗ്രി ഇതാ ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡാണ് 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അവിടെ എത്രയാണ് റേഷ്യോ? 0 ബൈ ഹൈപ്പോട്ടേനസ്. ഈ ട്രയാങ്കിളില് ഇത് ഹൈപ്പോട്ടേനസ് ആയിട്ട് എടുത്താൽ ഇത് വന്നിട്ട് അഡ്ജസൻറ്റ് സൈഡ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇതാണ്, അല്ലെങ്കിൽ ഇത് ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ ഇതായിരിക്കും അഡ്ജസൻറ്റ് സൈഡ്. അപ്പം ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ഹൈപ്പോട്ടേനസ് ആയിട്ട് എടുക്കാം. ഹൈപ്പോട്ടേനസിന്റെ റേഷ്യോ 1 ആണ്. സോ ഞാനിവിടെ 1 കൊടുത്തു. 0യെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താണ്? 0 ആണ് അല്ലെ? 0യെ നമ്മൾ എനി നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ വിൽ ബി 0. ഇനി അടുത്ത സൈൻ തീറ്റ കണ്ടുപിടിച്ചു. ഇനി കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റ ഇസിക്കൽ ടു കോസ് തീറ്റയുടെ സ്ഥാനത്ത് എന്താണ്? 0 ഡിഗ്രി. അത് ഇട്ട് കൊടുത്തു. കോസിന്റെ ഡെഫിനിഷൻ എന്താണ്?
അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസിന്റെ ഡെഫിനിഷൻ. 0 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡ്, ഈ 0 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതും ആവാം, ഏതെങ്കിലും ഒരു സൈഡ് അഡ്ജസെന്റ് ആയിട്ട് എടുക്കണം, മറ്റേ സൈഡ് ഹൈപ്പോട്ടനസ് ആയിട്ട് എടുക്കണം. സോ ഈ 0 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡ് ഞാൻ ഇത് എടുക്കണം, അത് എത്രയാണ് 1. ഹൈപ്പോട്ടനസ് അപ്പൊ ആരായിരിക്കും, ഇതായിരിക്കും ഹൈപ്പോട്ടനസ്. അപ്പൊ ഹൈപ്പോട്ടനസ് എന്ത് തന്നെയാണ് 1. അഡ്ജസെന്റ് സൈഡ് 1 ആയി, ഹൈപ്പോട്ടനസ് 1 ആയി. 1/1 എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ് 1 ആണ്. ഇവിടെ എന്താണ് പറയണത്, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നാണ് പറയുന്നത്. അപ്പം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. തീറ്റയ്ക്ക് നമ്മൾ എന്തോ കൊടുത്തു, 0 കൊടുത്തു. സൈൻ എന്താണ്, തീറ്റ എന്താണ് 0. അപ്പൊ സൈൻ 0 ഈസ് ഈക്വൽ ടു കോസ് 0. സൈൻ 0യുടെ വാല്യൂ എന്താണ് 0 ആണ് നമുക്ക് കിട്ടിയ. റേഷ്യോ 0 ഈസ് ഈക്വൽ ടു കോസ് 0. കോസ് 0യുടെ വാല്യൂ എന്താണ് കിട്ടിയത് 1. അപ്പം രണ്ടും ഈക്വൽ ആണോ, അല്ല അല്ലെ. ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. 0യും 1 ഈക്വൽ ആണോ, അല്ല. അപ്പൊ വിച്ച് ഈസ് നോട്ട് ഈക്വൽ. അപ്പൊ ഇവര് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ആൾ വാല്യൂസ് ഓഫ് തീറ്റ. തീറ്റയ്ക്ക് നിങ്ങൾ എന്ത് ആംഗിൾ കൊടുത്താലും ആ ആംഗിൾ വെച്ചുള്ള സൈൻ വാല്യൂവും കോസ് വാല്യൂവും ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ പറയണത്. പക്ഷെ അത് ഈക്വൽ ആണോ, അല്ല, നോട്ട് ഈക്വൽ ആയിട്ടാണ് നമുക്ക് 0 ഡിഗ്രി കൊടുത്തപ്പോൾ കിട്ടിയത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ആംഗിൾ കൊടുത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി കഴിഞ്ഞു. സോ ഇതിന്റെ ആൻസർ എന്താണ്, ഫോൾസ് ആണ്. മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് ട്രൂ ഓർ ഫോൾസ് ചോദിക്കും. അപ്പൊ ഇതിപ്പോ മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് 5th സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലെ ഏറ്റവും ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, 4th സബ് ക്വസ്റ്റ്യനും ഈ എക്സസൈസ് 8.2ലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനുമാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്, കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ ഈക്വൽ ടു 0. ഈ എ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ആ ആംഗിൾ 0 ഡിഗ്രി ആകുമ്പോൾ ഈ കോട്ടയുടെ റേഷ്യോ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആകുന്നു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് ചെയ്തു നോക്കാം. എക്ക് എന്തെന്ന് കൊടുക്കണം, ആംഗിൾ എ വന്നിട്ട് 0 ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പൊ കോട്ട് എ എന്ന് പറയുന്നത് എന്തായി മാറും, വിച്ച് ഇംപ്ലൈസ് കോട്ട് 0 ഡിഗ്രി ആയിട്ട് മാറും. എ എന്ന് പറയുന്നത് 0 ഡിഗ്രി, അപ്പൊ എയുടെ അവിടെ 0 ഡിഗ്രി ഇട്ട് കൊടുക്കുക. കോട്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടാന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട് എന്ന് പറയുന്നത്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണെങ്കിൽ കോട്ട് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓക്കെ, ആരുടെ അഡ്ജസന്റ് ഓപ്പോസിറ്റ്, 0 ഡിഗ്രിയുടെ. അപ്പൊ 0 ഡിഗ്രി ട്രയാങ്കിൾ നമ്മൾ എടുക്കണം. 0 ഡിഗ്രി ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഈസ് ടു 0 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയുടെ റേഷ്യോ 1, ഈ 90 ഡിഗ്രിയുടെ റേഷ്യോ 1, 0 ഡിഗ്രിയുടെ റേഷ്യോ 0. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. രണ്ട് സൈഡും ചേർന്നിരിക്കും. അതുകൊണ്ട് ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടത്തത് 90 ഡിഗ്രി ആയിരിക്കും. 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, 0 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 0 ഡിഗ്രിയുടെ റേഷ്യോ നേരെ ഓപ്പോസിറ്റില് 0 എന്ന് കൊടുക്കുക. 90 ഡിഗ്രിയുടെ 1 ആണ്. അപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റില് 1 കൊടുക്കുക. 90 ഡിഗ്രിയുടെ 1 ആയതുകൊണ്ട് ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലും 1 കൊടുക്കുക. അപ്പൊ 1:1:0 ആണ് ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ. അപ്പൊ കോട്ട് 0 ആണ് നമുക്ക് അറിയേണ്ടത്. കോട്ട് എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ 0 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ്, ഈ 0 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഈ സൈഡ് നമ്മൾ അഡ്ജസന്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഹൈപ്പോട്ടനസ് എന്ന് എടുക്കണം. ഇനി ഇതാണ് അഡ്ജസന്റ് എങ്കിൽ ഇതായിരിക്കും ഹൈപ്പോട്ടനസ്. ഇവിടെ താഴത്തുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. 0 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ്, 0 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അത് എത്രയാണ്, 1 ആണ്. ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അവിടെ എത്രയാണ്, 0 ആണ്. ഓക്കെ, അപ്പൊ കോട്ട് 0യുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/0 ആണ്. നമുക്ക് ഇതുവരെയായിട്ടും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു നമ്പറിനെയും നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടുപിടിച്ചിട്ടില്ല, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഇതിനൊരു ആൻസർ ഇല്ല. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് നോട്ട് ഡിഫൈൻഡ്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്.
ഓക്കെ. അപ്പോൾ കോട്ട് 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. എ എന്ന് പറയുന്ന ആംഗിൾ 0 ആകുമ്പോൾ കോട്ട് എ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. നമ്മളത് ചെയ്തു നോക്കിയപ്പോഴും അത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അവർ ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മളത് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് നോട്ട് ഡിഫൈൻഡ് ആണെന്നുള്ളത്, ട്രൂ ആണെന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, കറക്റ്റ് ആണ്, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്തെന്ന് എഴുതാം? ട്രൂ ഈസ് ദ ആൻസർ. ഓക്കെ. അപ്പം ഈ ഒരു സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രിഗ്നോമെട്രിയുടെ ഐഡന്റിറ്റീസ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.